രേവതി, ഒരു കാര്യം കൂടി, ഇപ്പം ഇന്ന് ഈ റിയാസ് ഖാനുമായി ബന്ധപ്പെട്ട് താങ്കൾ ഒരു വിഷയം ഉന്നയിക്കുകയുണ്ടായി. എന്താണ് ആ സംഭവം, എന്താണ് അത്? അതും ഈ പറയുന്ന സമയത്ത് തന്നെയാണ് നടക്കുന്നത്. പെട്ടെന്ന് എനിക്ക് ഒരു ദിവസം കോളാണ് വരുന്നത്. അതൊരു സിംഗിൾ ഡേ, പിന്നെ എനിക്ക് കോളൊന്നും വന്നിട്ടില്ല. അപ്പം ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ നിന്ന് അയാൾ എൻ്റെ കൺസെൻറ്റ് ഇല്ലാണ്ട് നമ്പർ ഇയാൾക്ക് ഷെയർ ചെയ്തു. ഏതോ പിക്ചർ കണ്ടിട്ടാണ് ആ ഫോട്ടോഗ്രാഫറിനെ ഇയാൾ കോൺടാക്ട് ചെയ്തത്. അവരെന്തോ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് എങ്ങാണ്ടോ ആയിരുന്നു. എന്നിട്ട് ഇദ്ദേഹം ഡയറക്റ്റായിട്ട് എന്നെ കോൾ ചെയ്ത സമയത്തും ഞാൻ ഭയങ്കര ഷോക്ക്ഡാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അന്ന് ഇപ്പം നമുക്ക് ചോദിക്കാം എന്നാൽ ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ എന്നൊക്കെ. പക്ഷേ എനിക്ക് വെക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റാതെ ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റക്ഡ് ആണെന്നുള്ളതാണ്. അയാൾ ചോദിച്ചത് ഫുള്ള് ഡയറക്റ്റ്ലി വിളിച്ച് അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ പിന്നെ നിങ്ങൾക്ക് സെക്സ് ഇഷ്ടമാണോ, നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം, എന്ത് പൊസിഷനാണ് ഇഷ്ടം, ഇങ്ങനെയൊക്കെയാണല്ലോ എന്നോട് സംസാരിച്ചത്. ഐ വാസ് 21 അറ്റ് ദാറ്റ് ടൈം, 21 or 22 അറ്റ് ദാറ്റ് ടൈം. ഞാൻ കംപ്ലീറ്റ്ലി ഷോക്ക്ഡ് ആയിരുന്നു. നമ്പായി പോയി, എങ്ങനെ എന്ത് പറയണം എന്ന് വാക്ക് വരുന്നില്ല. അപ്പം അതിനുശേഷം ഇയാൾ പറഞ്ഞത് ഇയാൾ കൊച്ചിയിലെ for 9 days എന്തോ ഉണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒപ്പിച്ച് തരുമോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം ഫൈനലി ഞാൻ കോൾ കട്ട് ചെയ്തിട്ടാണ് പോയത്. കോൾ കട്ട് ചെയ്ത് ബ്ലോക്കും ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് അതായത് സ്ലോലി ഞാൻ റെക്കഗ്നൈസ് ചെയ്യാണ്. ഓക്കെ, ഇതൊരു പൊതു സ്വഭാവം ഇൻഡസ്ട്രിയിൽ ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. അതുവരെ എനിക്കറിയില്ല. ഞാൻ വെച്ചു എനിക്ക് ആ ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ഇയാളിൽ നിന്ന് സിദ്ദിഖിനെന്നുണ്ടായപ്പോൾ ഞാൻ കരുതുന്നത് ഞാൻ ഈവൻ ആരോടും ഷെയർ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പോലും ഓക്കെ, ഒരാളിങ്ങനെ ചെയ്തു, വേറെ ആരും അങ്ങനെ ആയിരിക്കില്ല. ഞാൻ തന്നെ പല ഡിഫൻസ് മെക്കാനിസംസ് ഉപയോഗിച്ച് ഡിനൈ ചെയ്തും എസ്കേപ്പ് ചെയ്തും ഒക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ചത് ആ സമയത്ത്. അപ്പം ഇതൊക്കെ സംഭവിച്ചു തുടങ്ങിയപ്പോൾ സ്ലോലി ഞാൻ റിയലൈസ് ചെയ്ത് വരികയാണ്. ലൈക്ക് ഓരോ വ്യക്തികളും ഇങ്ങനെ വേറെയും പലരും ഉണ്ട് ഇതുപോലെ മെസ്സേജ് ചെയ്യുക. പിന്നെ നമുക്കറിയാലോ അപ്രോച്ച് എന്തിനാണ് എന്നുള്ളത് അറിയാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പറഞ്ഞാൽ തരില്ല. ഈ ഒരു സംഭവം ഉണ്ടായി അതിൽ നിന്നൊന്ന് ഉയർന്നു വരുന്ന സമയത്താണോ ഈ റിയാസ് ഖാന്റെ കോൾ വരുന്നത്? ഇത് കറക്റ്റായിട്ട് എനിക്കത് ഇൻ ബിറ്റ്വീനിലാണ് വരുന്നത്. ഇതെല്ലാം ഇങ്ങനെ കുറച്ച് മന്ത്സിന്റെ ഗ്യാപ്പിൽ ഇങ്ങനെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളാണ്. അന്നൊക്കെ കുറെ മൂവി ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക ഡിസ്കസ് ചെയ്യുമ്പോഴും ഒക്കെ ഫൈനലി നമുക്ക് നിരന്തരം കേൾക്കുകയാണ് ഇങ്ങനെ കിടക്കണം, ഇന്നാളെ ഇത്ര ആളുടെ കൂടെ കിടക്കണം എന്ന്. ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ച് പറഞ്ഞതാണ്, നിങ്ങൾ ഡയറക്ടറിൻ്റെ കൂടെ പിന്നെ സ്ക്രീൻ റൈറ്ററിൻ്റെ കൂടെ പിന്നെ എഡിറ്ററിൻ്റെ കൂടെ ഇനി ആ സെറ്റിന് ഓൾഡറിൽ എല്ലാവരുമായിട്ട് കിടക്കണം എന്നുള്ളൊരു ഡിമാൻഡിങ്സ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ എത്രയോ ആൾക്കാർ, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, അന്നൊക്കെ ഭയങ്കര റിവീൽ ചെയ്ത് വന്നൊരു സമയമാണ്. എവിടെ പോയാലും നമ്മുടെ ടാലൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെലക്ട് ആവുന്നു, ഓഡിഷൻ ചെയ്യുന്നു, ആ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നു. ബട്ട് ഫൈനലി നമുക്കത് ഇൻടേക്ക് ചെയ്യാൻ എടുക്കാൻ പറ്റുന്നില്ല, അതുമായിട്ട് ഹെഡ് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു ത്രാസിൽ നമ്മളെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളും ഇപ്പുറത്തെ ത്രാസിൽ കുറേ വൃത്തികേടുകളും വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഹൗ ദാറ്റ് ഇസ്. അപ്പം അതായിരുന്നു അതൊക്കെ ഭയങ്കര ട്രോമാറ്റിക് ആണ് ആ നാളുകളും കാര്യങ്ങളും എല്ലാം. ഇപ്പം ഈ റിയാസ് ഖാന്റെ കാര്യം താങ്കൾ പറഞ്ഞു, അത് എനിക്ക് കേട്ടിട്ട് പോലും ഞെട്ടലാണ്. ഒരു പരിചയമില്ലാതെ ആരുടെയോ കയ്യിൽ നിന്ന് ഒരു ഫോൺ നമ്പറൊക്കെ എടുത്ത് വിളിച്ച് ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എങ്ങനെ ഒരു മനുഷ്യന് കഴിയുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ നമുക്ക് പ്രതികരിക്കാൻ പോലും കഴിയാതെ നമ്മൾ ഇങ്ങനെ ബ്ലണ്ടായി നിന്ന് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും അതല്ലേ? അതെ, അങ്ങനെ തന്നെ ആയിരുന്നു. അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു സുഹൃത്തും ആ സമയത്തുണ്ടായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്തും എൻ്റെ വീട്ടിൽ നമ്മൾ വെക്കേഷന് വന്നിരുന്ന സമയത്താണ് ഇതുപോലെ കോള് വന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം, അയാളാണോ ഇങ്ങനെ സംസാരിക്കുന്നത്, അയാളാണോ ആയിരിക്കോ, ചിലപ്പോൾ ഫേക്ക് ആയിരിക്കോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ പരസ്പരം ചോദിക്കുന്നുണ്ട്. ലേറ്റർ ഓൺ നമുക്ക് മനസ്സിലായി ഇയാൾ തന്നെയാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഫിയറാണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചോദിപ്പിക്കുന്നതും ആ സമയത്തുള്ള പല ബുദ്ധിമുട്ടുകളും കൊണ്ടാണ് നമുക്കതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഒക്കെ. ബിക്കോസ് നമ്മളൊക്കെ ഈ പണ്ടത്തെ ഒരു സമയത്തൊക്കെ ആണെങ്കിലും ഈ ഇമേജുകൾ ക്യാരക്ടേഴ്സ് ആണല്ലോ ഉള്ളിൽ നിൽക്കുന്നത്. ഇവരുടെയൊക്കെ തനി കോണങ്ങൾ അങ്ങനെ ഞാൻ പറയുള്ളൂ, ആ വാക്ക് ഉപയോഗിച്ചേ പറയുള്ളൂ. അങ്ങനെ തനി സ്വഭാവം അല്ലല്ലോ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്. ബിക്കോസ് വി ഡോണ്ട് നോ, നമുക്ക് കാണുന്ന എല്ലാം ക്യാരക്ടേഴ്സാണ്, പല പെർഫോമൻസിലാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഈ സിദ്ദിഖിനെയൊക്കെ പരിചയപ്പെടുന്നതിന് മുന്നേ നമ്മൾ സ്ക്രീനിൽ അവരുടെ അഭിനയം മാത്രമേ കണ്ടിട്ടുള്ളൂ. ശരിക്കുള്ള ജീവിതത്തിൽ അവര് എങ്ങനെയാണ്, എത്രത്തോളം വലിയ നടന്മാരാണ് എന്ന് വ്യക്തമാവുകയാണ് കേരളത്തിന് കൂടി ഈ രേവതിയൊക്കെ തുറന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ. രേവതി മാത്രമല്ല, സോണിയ മൽഹാർ ആണെങ്കിലും ശരി, സോണിയ തിലകരാണെങ്കിലും ശരി, ഈ സമയത്ത് അതിപ്പോൾ ശ്രീലേഖ മിത്രയാണെങ്കിലും ശരി, ഈ സമയത്ത് സധൈര്യം ആ പേരുകളടക്കം തുറന്നു പറയാൻ നിങ്ങൾ കാണിക്കുന്ന ധൈര്യം, അത് നിങ്ങൾക്ക് മാത്രമല്ല ഭാവി തലമുറയ്ക്ക് കൂടി, അവർക്ക് കൂടി ഒരു വഴി വെട്ടുകയാണ്. ഇനി ഒരു സുരക്ഷിതമായ തൊഴിലിടമായിരിക്കും മലയാള സിനിമാ മേഖല എന്ന് ഉറപ്പിക്കുകയാണ്. അതിന് ഒരിക്കൽ കൂടി നിങ്ങൾക്കൊക്കെ നന്ദി പറയുകയാണ്.